ഈ കഴിഞ്ഞ ആഴ്ച, അതായത് കഴിഞ്ഞ ഒരു 4-5 ദിവസം എന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ 4-5 ദിവസത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടേത് എന്ന് ഒരു അഭിമുഖങ്ങൾ, ഒരു 3-4 അഭിമുഖങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ. ഈ അഭിമുഖങ്ങളിലൊക്കെ ശ്രീനാദേവി കുഞ്ഞമ്മ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്, ചില തെളിവുകളൊക്കെ ശ്രീനാദേവി കുഞ്ഞമ്മ പുറത്തുവിടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേട്ടയാടൽ നടന്നു, അയാൾക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന് മാത്രമല്ല, പരാതിക്കാരികളുടെയും സ്ത്രീപക്ഷവാദികളുടെയും സ്ത്രീപക്ഷ രാഷ്ട്രീയക്കാരുടെയും, ഞങ്ങളാണ് കേരളത്തിലെ എല്ലാ സമൂഹത്തിൽപ്പെടുന്ന സ്ത്രീകളുടെയും അമ്മമാരുടെയും പെങ്ങന്മാരുടെയും യുവതികളുടെയും ഒക്കെ ഹോൾസെയിൽ തള്ള എന്ന് അവകാശപ്പെടുന്നവരുടെ സദാചാരം, അത് ബ്രാക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രവൃത്തികളെക്കുറിച്ചുള്ള വലിയ തുറന്നു പറച്ചിലുകൾ ശ്രീനാദേവി കുഞ്ഞമ്മ നടത്തുന്നുണ്ട്. ഇവൻ 24 മണിക്കൂറിനുള്ളിൽ, രാഹുലിനെ പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ ദുരനുഭവം ഉണ്ടായി എന്ന് അവകാശപ്പെട്ടയാൾ ആ 24 മണിക്കൂറിന് ശേഷവും, ഈ രാഹുലിനെ പരിചയപ്പെട്ട 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ രാഹുലിനെ പരിചയപ്പെട്ട ആദ്യത്തെ സമയമാണല്ലോ, ആദ്യത്തെ ഒരു ദിവസമാണല്ലോ, അതിനുള്ളിൽ ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനുശേഷമുള്ള വിവിധ ദിവസങ്ങളിൽ, രാത്രികാലങ്ങളിൽ, രാത്രി 12 മണിയാകുമ്പോൾ, 12:30 മണിയാകുമ്പോൾ, നട്ടപ്പാതിരാ സമയത്ത് രാഹുലിന് മെസ്സേജ്. എന്താ മെസ്സേജിൽ? കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഈ പരാതിക്കാര് അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച വ്യക്തികൾക്കെതിരെ ശ്രീനാദേവി കുഞ്ഞമ്മ അഴിച്ചു വിടുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളിൽ ഇതൊന്നും എവിടെയും ചർച്ചയാവുന്നത് നിങ്ങൾ കാണുന്നില്ല അല്ലേ? എവിടെയെങ്കിലും ഇതൊക്കെ ചർച്ചയാവുന്നത് കാണുന്നുണ്ടോ? ആരെങ്കിലും ഇത് വാർത്തയാക്കുന്നത് കാണുന്നുണ്ടോ? ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലെങ്കിൽ ഈ ആരോപണങ്ങളിലും വിവാദങ്ങളിലും വളരെ നിർണായകമാകുന്ന, രാഹുലിന് അനുകൂലമാകുന്ന പല കാര്യങ്ങളും, തുറന്നു പറയലുകളും വെളിപ്പെടുത്തലുകളും നടക്കുമ്പോഴും ഇതൊന്നും എവിടെയും ചർച്ചയാകുന്നതോ വാർത്തയാകുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇനി നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പരാതി വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വിവാദത്തിൽ എന്തൊരു പുതിയ ഘട്ടമുണ്ടായിക്കഴിഞ്ഞാലും ഉടൻ എല്ലാ ചാനലുകളിലും റിനി ആൻഡ് ജോർജ് ഉണ്ടാകും. അങ്ങനെ കുറേ സ്ത്രീപക്ഷ രാഷ്ട്രീയക്കാരുണ്ടാകും. സ്ത്രീപക്ഷവും അവിടെ ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ആളുകൾ ചർച്ചക്കുണ്ടാവും. വലിയ ചർച്ചയാണ്, വലിയ തലക്കെട്ടുകളാണ്, വലിയ രാഹുലിനെ തുറന്നു കാണിക്കലാണ്, എക്സ്പോസ് ചെയ്യലുകളാണ്. രാഹുൽ വലിയ ക്രൂരനാണ്. പക്ഷേ അവിടെ എവിടെയും ഈ ആളുകൾക്കെതിരെ ഈ പുറത്തു വരുന്ന ആരോപണങ്ങളും തെളിവുകളെക്കുറിച്ചുമുള്ള ഒരു ചർച്ചയും നടക്കുന്നില്ല. ഇവൻ ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസവും വീണ്ടും ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നുണ്ട്. താൻ പറയുന്ന കാര്യങ്ങൾ തൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിങ്ങൾ ഇതിനെ നിഷേധിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടും ഒരാൾ പോലും അതിന് തയ്യാറാവുന്നതും നമ്മൾ കാണുന്നില്ല. അപ്പോൾ റിനി ആൻഡ് ജോർജാണ് ഈ രാത്രികാലങ്ങളിൽ നിരന്തരമായിട്ട് 1 തവണയല്ല, 2 തവണയല്ല, 3 അല്ല, 4 അല്ല, 5 അല്ല, 6 അല്ല, 10 അല്ല, പല തവണകൾ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെട്ട് 24 മണിക്കൂറിൽ ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്ന റിനി ആൻഡ് ജോർജ് തന്നെയാണ് അത് കഴിഞ്ഞിട്ടുള്ള പല തവണകളിലായിട്ട്, പല രാത്രികളിലായിട്ട് സീക്രട്ട് ചാറ്റിലേക്ക് രാഹുലിനെ വിളിച്ചു കൊണ്ടുപോയത്. അപ്പോൾ ഈ സീക്രട്ട് ചാറ്റിൽ എന്തായിരുന്നു പരിപാടി? ഓൺലൈൻ സെക്സ് ആയിരുന്നോ? അതോ ഹോട്ടൽ മുറിയിൽ നടത്തിയത് ഒരു വിർച്വൽ റിയാലിറ്റിയിലൂടെ, ഓൺലൈനിലൂടെ ഒരു സെക്സ് നടത്തുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? രാഹുൽ അവിടുന്ന് കമൻട്രി പറയും പോലെ പറയും, രാഹുൽ പറയുന്നതിനനുസരിച്ച് ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്? അപ്പോൾ ഇത്തരക്കാരുടെ ഈ കപട മുഖങ്ങളെ ശ്രീനാദേവി കുഞ്ഞമ്മ ഇങ്ങനെ വലിച്ചിഴച്ച് പുറത്തേക്കിട്ടിട്ടും ഇതിനെക്കുറിച്ചൊരു കമ എന്നൊരക്ഷരം മിണ്ടാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മനസ്സിലായില്ലേ? പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വേട്ടക്കാരെയൊക്കെ അണിനിരത്തി പേര് പറഞ്ഞും പേര് പറയാതെയും പൊതുവായ വിമർശനങ്ങളും ക്രൂരതകളും കുത്തിനിറച്ചും രാഹുലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ വെളിപ്പെടുത്തലുകളൊന്നും കാണുന്നില്ലേ? അതും ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി നടത്തുന്ന വെളിപ്പെടുത്തലുകൾ വ്യക്തമായ ബോധ്യത്തിൻ്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അത് നടത്തുമ്പോൾ അത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതും ഒക്കെ. മറിച്ച് ആ വാർത്തയെക്കുറിച്ച് ഇനി ശ്രീനാദേവിയോട് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ, എന്താ തയ്യാറാവാത്തത്? അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇത്
ഇവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനോ തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിക്കാനോ അറിയാഞ്ഞിട്ടല്ല, അത് ഉണ്ടെന്നറിഞ്ഞിട്ടാണ്. കാരണം അത്തരം തെളിവുകൾ ഇനിയും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വേട്ട എന്ന് ജനങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് തെളിവടക്കം പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. ആ ഗൂഢാലോചനകൾ പുറത്തേക്ക് വരും. ആ ഗൂഢാലോചനകൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം വെളിപ്പെടുത്തലുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്മേലുള്ള ആ വെളിപ്പെടുത്തലിന്മേലുള്ള പുതിയ ചോദ്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ചകൾ ഉണ്ടാവാത്തത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന ആളുകൾ എന്നിട്ടും റിനി ആൻ ജോർജ് പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിക്കണം. ശ്രീനാദേവി കുഞ്ഞമ്മ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയതിന് ശേഷം റിനി ആൻ ജോർജ് പറയുന്നത് എന്താ? താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, താൻ എവിടെയും പരാതിപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരക്കാരുടെ ബാധ്യത നിങ്ങൾക്കില്ലായിരിക്കാം. നിങ്ങൾക്ക് മറുപടി പറയലും പറയാതിരിക്കലും നിങ്ങളുടെ ഇഷ്ടം, അത് നിങ്ങളുടെ ചോയ്സ്. പക്ഷേ മറുപടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒരു സാറ്റിസ്ഫൈഡ് ആയ മറുപടി കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം അതിന് മറുപടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാമകേളികൾ ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരം, ആരുടെയൊക്കെയോ അജണ്ട പ്രകാരം, അതിനപ്പുറം പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന് പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയത് തന്നെയാണ് എന്നുള്ളതാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം ആദ്യം ഒരു യൂട്യൂബ് ചാനലിൽ ഒരു പോഡ്കാസ്റ്റ് വന്നു, അത് കഴിഞ്ഞിട്ട് മറ്റൊരു യൂട്യൂബ് ചാനലിൽ ഒരു പോഡ്കാസ്റ്റ് വന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ ചാനലുകളുടെ പേര് പറയാത്തത് മനഃപൂർവ്വമാണ്. അത് കഴിഞ്ഞിട്ട് രാഹുൽ ഈശ്വറിൻ്റെ കൂടെ ഒരു വീഡിയോ കോളിംഗ് എന്നുള്ള രീതിയിൽ ഒരു സംഭാഷണം വന്നു. ഇതിലൊക്കെ നിരന്തരമായ ആരോപണങ്ങളും വ്യക്തമായ ബോധ്യത്തിൻ്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നു. കൃത്യമായ സമയമടക്കം 12:28 രാത്രി 12:28 രാഹുലിനോട് പറയുകയാ, കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ്. അത് ഒരു തവണയല്ല, 2 തവണയല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു? അല്ലേ? സ്വാഭാവികമായിട്ടും ഈ 24 മണിക്കൂറിനകം പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ദുരനുഭവം ഉണ്ടായി എന്നല്ല റിനി ആൻ ജോർജ് പറയുന്നത്. അതേ റിനി ആൻ ജോർജാണ് അത് കഴിഞ്ഞുള്ള പല ദിവസങ്ങളിൽ, പല തവണ ആവർത്തിക്കപ്പെട്ട ദിവസങ്ങളിൽ ഇത്തരത്തിൽ കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞ് രാഹുലിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അല്ലേ? ഇനി പരാതിക്കാരി, മൂന്നാമത്തെ പരാതിക്കാരി പറയുന്നത് 1, 2 പരാതി, എല്ലാവരും പറയുന്നത് എന്താ? ആദ്യ അനുഭവം തന്നെ പീഡനമായിരുന്നു, ബലാത്സംഗമായിരുന്നു എന്നല്ലേ? ഇതേ ആളുകൾ തന്നെയാണ് ഈ കുറ്റാരോപിതൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അത് കഴിഞ്ഞും വിദേശത്ത് കൊണ്ടുപോയും അവിടെയും ദിവസങ്ങളോടും കൂടെ കിടന്നിട്ടുള്ളത്. അല്ലേ? അപ്പം ഈ കാര്യങ്ങളിൽ ഗൂഢാലോചന എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരു മനുഷ്യനെ വേട്ടയാടിയതാണ്. അവിടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട്, വ്യക്തിവൈരാഗ്യങ്ങളുണ്ട്, രാഷ്ട്രീയ പകയുണ്ട്. ഇതൊക്കെ രാഹുലിനോട് ഉണ്ട്, പല അർത്ഥങ്ങളിൽ, പല രീതികളിൽ. ഇവിടെയും പല ഡീലുകൾ നടന്നിട്ടുണ്ട്, കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. പലരും ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ പറയുന്നു, റിപ്പോർട്ടർ TV പലതും വാഗ്ദാനം ചെയ്തിരുന്നു എന്ന്. ഈ വാഗ്ദാനം ചെയ്യലുകൾ ഇപ്പോൾ റിനി ആൻ ജോർജ് 2025 ഓഗസ്റ്റിൽ ഈ മൂന്നാമത്തെ പരാതിക്കാരിയെ ബന്ധപ്പെട്ട് സാങ്കല്പിക ഇരയാവാൻ അല്ലെങ്കിൽ പരാതിക്കാരിയാവാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായ ഓഫറുകളും പ്രലോഭനങ്ങളും പരാതിക്കാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇനി ഞാൻ മറ്റു കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഒന്നാമത്തെ പരാതിക്കാരി, മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയ സ്ത്രീ, ആ സ്ത്രീയുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓഗസ്റ്റ് 20 റിനി ആൻ ജോർജ് ഈ ആരോപണം ഉന്നയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ പോലീസ് സ്വമേധയാ കേസെടുക്കുന്നു. നിരന്തരമായി തെരുവുകളിലൂടെ, റോഡുകളിലൂടെ ഇറങ്ങി നടന്ന് പരാതിക്കാരെ തപ്പി അന്വേഷിച്ച് ഇറങ്ങി നടക്കുന്നു. അന്നും ഈ പോലീസ് ഈ ഒന്നാമത്തെ പരാതിക്കാരിയെ പോയി കണ്ട് കാര്യങ്ങൾ ചോദിച്ചതാണ്. അന്ന് പരാതിക്കാരി പറഞ്ഞത്, അന്ന് പരാതിക്കാരി ആയിരുന്നില്ല, ഇപ്പോൾ പരാതിക്കാരിയാണ്. അന്ന് ആ യുവതി പറഞ്ഞത്, എനിക്ക് പരാതിയില്ല, നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് പരാതിയുമായിട്ട് രംഗത്ത് വന്നു. ഇനി മൂന്നാമത്തെ പരാതിക്കാരിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മൂന്നാമത്തെ പരാതിക്കാരിക്ക് ഇതേപോലെ 2025 ഓഗസ്റ്റിൽ റിനി ആൻ ജോർജ് ഡയറക്റ്റായിട്ട് ആ പരാതിക്കാരിയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ജനുവരി മാസമാകുമ്പോൾ, 2026 ജനുവരി ആകുമ്പോൾ
ഇവരൊക്കെ പരാതികളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനകളും ഓഫറുകളും സാമ്പത്തിക ഇടപാടുകളും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ വെളിപ്പെടുത്തുന്ന ഈ കാര്യങ്ങൾ, അതിന്മേൽ ചർച്ചകളും അതിൻ്റെ ആഴത്തിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ, ശ്രീനാദേവി കുഞ്ഞമ്മയോട് നിങ്ങൾ വെളിപ്പെടുത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവർ പുറത്തു വിടുകയും ചെയ്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നിരിക്കുന്ന ഈ വേട്ട, ഈ രാഷ്ട്രീയ വേട്ട, ആ വേട്ടയ്ക്ക് പിന്നിലുള്ള ഗൂഢാലോചനകളും അതിൽ പിന്നിൽ പ്രവർത്തിച്ച ആളുകളും അതിൽ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച സ്ത്രീപക്ഷക്കാരുമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ മറനീക്കി പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ മുക്കല്. ഇപ്പം സഖാക്കള് രക്തസാക്ഷികളുടെ ഫണ്ട് മുക്കുന്നു, അയ്യപ്പൻ്റെ സ്വർണം മുക്കുന്നു, കക്കുന്നു, മുക്കുന്നു, നക്കുന്നു. ഇത് സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ഈ പറയുന്ന മാപ്രകള് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന പല വിഷയങ്ങളും കണ്ടില്ലെന്ന് വെച്ച് മുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലേ? അത് വ്യക്തമായ അവരുടെ ബോധ്യമാണ്, തിരിച്ചറിവാണ്. ഈ പറയുന്ന കാര്യങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകിക്കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ തലക്കെട്ടുകളാക്കി കഴിഞ്ഞാൽ പല വെളിപ്പെടുത്തലുകളും പിന്നാലെ വരും. അത് വലിയ അപകടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി മാറുമെന്നുള്ളത് ഇവർക്കൊക്കെ ഉറപ്പാണ്. അതാണ് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് മറയത്ത് തന്നെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് ഈ വാർത്തകളൊക്കെ ഇവർ മുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്.